കുട്ടികളിൽ ഫാറ്റി ലിവർ വരാറുണ്ടോ? അതോ അത് മദ്യപിക്കുന്ന മുതിർന്നവരിൽ മാത്രം വരുന്നൊരു അസുഖമാണോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ കുട്ടികളിൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന്? പക്ഷേ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അമിതവണ്ണമുള്ള 10ൽ 6 കുട്ടികൾക്കും ഫാറ്റി ലിവർ ഉണ്ടെന്നാണ്. അതായത് നമ്മൾ കാണുന്ന അമിതവണ്ണമുള്ള 10 കുട്ടികളിൽ 6 പേർക്കും ഫാറ്റി ലിവറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ കുട്ടികളിൽ വരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. 2 മാസം മുന്നേ എനിക്കൊരു ഫോൺ വന്നു, നാട്ടിൽ നിന്ന് ഒരു പരിചയക്കാരിയാണ്. ഇപ്പം ഫോൺ വിളിച്ചിട്ട് ഒരു വൻ കരച്ചിൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇതെന്താണ് ഈ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ കരയുന്നതെന്ന്. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം പറയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നിനക്ക് അവരുടെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്നു. ഒരു 12 വയസ്സുള്ള മോനാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഗ്രേഡ് 2 ഫാറ്റി ലിവർ. അവർക്ക് റിസൾട്ട് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവരിങ്ങനോട് ചോദിച്ചു, ഡോക്ടർ ഇത് മദ്യപിക്കുന്നവർക്ക് മാത്രം വരുന്ന അസുഖമല്ലേ, എൻ്റെ കുട്ടിക്ക് ഇനി അറിയാതെങ്കിലും മദ്യം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ അവർ ചിന്തിച്ചു. കാരണം അവർക്ക് അത്രമധികം അവിശ്വസനീയമായ റിപ്പോർട്ടായിരുന്നു അത്. ഞാൻ ആലോചിച്ചു, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ റയറായിട്ടേ കുട്ടികളുടെ ഫാറ്റ് ലിവറൊക്കെ നമ്മൾ കേൾക്കാറുള്ളൂ. എന്തെങ്കിലും ജനറ്റിക് ഡിസീസോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഡിസീസുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഫാറ്റ് ലിവർ കുട്ടികൾ കാണാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് പീഡിയാട്രീഷ്യനോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇതിപ്പം വളരെ കോമൺ ആണ്. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് ആർട്ടിക്കിളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഫാറ്റ് ലിവർ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. 2017 പരിയാരം മെഡിക്കൽ കോളേജിൽ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടന്നു. ആ സ്റ്റഡി ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് കോണ്ടംപററി പീഡിയാട്രിക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റഡിയിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ അമിതവണ്ണമുള്ള കുട്ടികളിൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 6 പേർക്കും ഫാറ്റ് ലിവർ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ഫാറ്റ് ലിവർ നോക്കണം അല്ലേ. ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൽ കൊഴുപ്പടിയുന്നതാണ്. ഈ കൊഴുപ്പടിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഫസ്റ്റ് അതിൽ കൊഴുപ്പടിയും, അതിന് നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറയും. അതിനുശേഷം ഇതിന് ചെറുതായിട്ട് നീർക്കെട്ടുണ്ടാവും, അതിന് നമ്മൾ നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതിനുശേഷം എന്ത് സംഭവിക്കും? അതിനുശേഷം ഈ കരൾ ഇതിന് ഫൈബ്രോസിസ് ആവും, ഇത് ഒരുമാതിരി നല്ല കട്ടിയാവും. അതിനുശേഷം ഇത് ചുരുങ്ങിപ്പോവും, അതിനെ നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അതോടുകൂടി ഈ കരളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തകരാറുകയും ചെയ്യും. ഇനി എന്താണ് ഒരു കുട്ടിയിലും അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്കാരിലും ഫാറ്റ് ലിവർ എന്നുള്ള ഡിഫറൻസ് എന്താണ്? നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് ലിവറാണ്. അപ്പോൾ ഫാറ്റ് ലിവർ വരുമ്പം ആ മെറ്റബോളിസം തടസ്സപ്പെടുകയും നമുക്ക് പലധികം മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇങ്ങനെ പലധികം അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു 40 അല്ലെങ്കിൽ 45 വയസ്സിലാണ് ഒരാൾക്ക് ഫാറ്റ് ലിവർ വരുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ബോഡിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു 5 മുതൽ 10 വർഷം വരെ എടുക്കാം. ഈ ഒരു സമയത്ത് ഒരു 40 വയസ്സാകുമ്പോൾ നമ്മൾ പല ചെക്കപ്പുകൾ നടത്തും, അല്ലെങ്കിൽ നമുക്ക് മറ്റ് അസുഖങ്ങളുണ്ടാവും. അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കഴിക്കും. പക്ഷേ ഒരു കുട്ടിയിൽ ഇങ്ങനൊരു ഫാറ്റ് ലിവറിൻ്റെ കാര്യം ആരും ചിന്തിക്കുകയുമില്ല. അവനൊരു 10 അല്ലെങ്കിൽ 12 വയസ്സിലൊരു ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡാമേജ് ഉണ്ടാവാൻ ഒരു 20 അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴത്തേക്ക് അവന് കൊളസ്ട്രോളായി, ഡയബറ്റീസായി, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ PCOD, ഇങ്ങനെ പലധികം പ്രശ്നങ്ങളുണ്ടാവും. അതവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ തന്നെ ബാധിക്കും. മാത്രമല്ല ആ ഒരു ഏജിൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിനൊരു ദാനമാണ് അല്ലേ. അവനൊരു ഹോസ്പിറ്റലിൽ കയറുന്നു, മരുന്ന് കഴിക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ അവൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ ചെറുപ്പകാലത്ത് നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ ഫാറ്റ് ലിവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കുട്ടികളിൽ ഫാറ്റ് ലിവർ ഉണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഒരു ദിവസം എന്താണ് കഴിക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി. നമുക്കറിയാം അത്യാവശ്യം വിലയുള്ള ചോക്ലേറ്റിൽ പോലും എത്രമധികം ഷുഗറാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ മിഠായിലൊക്കെ എത്രമാത്രം ഷുഗർ അല്ലെങ്കിൽ എത്രമാത്രം കെമിക്കൽസ് ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം എത്ര മിഠായി ആയിരിക്കും കുട്ടികൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ചോക്ലേറ്റ് അല്ലെങ്കിൽ എത്ര കേക്ക് ആയിരിക്കും കഴിക്കുന്നത്. വീട്ടിലുള്ള അപ്പൂപ്പൻ്റെ അമ്മയുടെയും വക ഒരു ചോക്ലേറ്റ്, അപ്പുറത്ത് മാമൻ്റെ വക ഒരു ചോക്ലേറ്റ്, അപ്പുറത്ത് വീട്ടുകാരുടെ വക ചോക്ലേറ്റ്, പിന്നെ കാണുന്ന ബന്ധുക്കളെല്ലാം ചോക്ലേറ്റാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ മധുരം എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ അതുകൊണ്ട് എത്രമാത്രം ഷുഗറാണ് കുട്ടിയുടെ ശരീരത്തിലെത്തുന്നത് നമ്മൾ ആലോചിക്കാറില്ല. പിന്നെ ബർത്ത്ഡേ പാർട്ടിയായി, കല്യാണങ്ങളായി, പിന്നെ നമ്മൾ ഇടയ്ക്ക് പുറത്തു പോയിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നു. ഈ പറയുന്ന ഷുഗറും അല്ലെങ്കിൽ ഈ ഓയിലും ഒക്കെ ഇങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചുകുട്ടിയുടെ ഒരു പിഞ്ച് കരളിലാണ്. ആ കരളിന് ഇത്രമാത്രം പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ ഫാറ്റായിട്ട് നമ്മുടെ കരളിൽ അടിഞ്ഞുകൂടുന്നു. ഒരു ഗ്യാസ്ട്രോ ഡോക്ടർ ഈ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടു, നമ്മളൊരു പാക്കറ്റ്, ഒരു ജങ്ക് ഫുഡിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ, ഒരു ഇപ്പം ലൈസ് ആവാം, കുർക്കുറെ ആവാം, നമ്മൾ ലിവറിൻ്റെ ഒരു പീസാണ് കീറുന്നതെന്ന്. കാരണം അത്രമാത്രം പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ കെമിക്കൽസും ഉള്ളതാണ് ഈ ഫുഡ്. ഒരു മാസം എത്ര പാക്കറ്റാണ് നമ്മളെ കുട്ടികൾ കീറുന്നത്? രണ്ടാമത്തത് എക്സസൈസ് ഇല്ലാത്തതാണ്. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? വീട്ടിന് മുന്നിൽ സ്കൂൾ ബസ് വരും, അതിൽ കയറുന്നു, സ്കൂളിൽ ഇറങ്ങുന്നു, വൈകുന്നേരം അതേ സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിലെത്തിക്കുന്നു. വീട്ടിലൊരു എന്തെങ്കിലും ട്യൂഷൻ ഉണ്ടാവും, മിക്കവാറും ഓൺലൈൻ ട്യൂഷൻ ആയിരിക്കും, അത് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരിക്കും. അതിനുശേഷം കുട്ടികൾ കുറച്ച് നേരം മൊബൈൽ നോക്കും, TV കാണും, കിടന്നുറങ്ങും അല്ലേ.
ഇനി സ്കൂളിൽ പി ടി പീരീഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്നുകിൽ ഫിസിക്സോ മാത്സോ പഠിപ്പിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി ഇട്ട് കൊടുക്കും, കുട്ടികൾ പുറത്തിറങ്ങിയിട്ട് വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്സ്, പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിപ്പോൾ പാരമ്പര്യമായിട്ട് കരളിന് തന്നെ പ്രശ്നമുള്ള ആളാവണമെന്നില്ല. പാരമ്പര്യമായിട്ട് ഷുഗറുള്ള ആൾക്കാർ, പ്രഷറുള്ള ആൾക്കാർ, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ PCOD ഉള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ കുട്ടികൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് ഫാറ്റ് ലിവറിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഈ അടുത്തിടയ്ക്ക് ഒരമ്മ ഒരു മോളെയും കൊണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം അവരുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കഴുത്തിലൊരു കറുത്ത പാട്. അത് എത്ര കഴുകിയിട്ടും അല്ലെങ്കിൽ എത്ര സോപ്പിട്ട് കഴുകിയിട്ടും പോകുന്നില്ല. ഈ കളർ പോകാൻ വേണ്ടിയിട്ട് ഒരു ക്രീം കൊടുക്കണം. ഞാൻ അത് നോക്കി. അത് അക്കാന്തോസിസ് നൈഗ്രിൻസ് ആയിരുന്നു. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു സൈൻ. ഇപ്പോൾ ചിലപ്പം ഇങ്ങനെ ആൾക്കാർ ഡോക്ടറെ കാണാൻ വരും ഇങ്ങനെ ക്രീമിന് വേണ്ടിയിട്ട്. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ കളർ മാറാൻ വേണ്ടിയിട്ട് ഒരു ക്രീം ചോദിക്കും, ചിലപ്പോൾ അതിട്ടിട്ട് നടക്കും. പക്ഷേ ഈ കുട്ടിക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സൈനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന പാടുകൾ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. 2, നല്ല ബെല്ലി ഫാറ്റുള്ള നല്ല കുടവരുള്ള കുട്ടികൾ, ഇവരിൽ ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ കുട്ടി ഭയങ്കര ക്ഷീണിക്കുക, കാരണം എപ്പോഴും നല്ല ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എപ്പോഴും ക്ഷീണം, അതിന് താല്പര്യമില്ലായിരിക്കുക. ചിലപ്പം ക്ലാസ്സിൽ മാർക്ക് കുറയുന്നതും ഫാറ്റ് ലിവറിൻ്റെ ഒരു റീസൺ ആവാം. കാരണം ക്ലാസ് ചെല്ലുമ്പോഴത്തേക്ക് ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഉറക്കം തോന്നുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും പഠിക്കാനുള്ള മടി കൊണ്ടാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തോന്നുമ്പോൾ ടീച്ചർ പറയും വീട്ടിൽ ഉറക്കമില്ലേ, വീട്ടിൽ ടി വി കാണുകയാണോ, അല്ലെങ്കിൽ നമ്മളെ കുട്ടിയെ കുറ്റം പറയും ഫുൾ ടൈം മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ക്ഷീണം എന്നൊക്കെ. അപ്പോഴും നമ്മൾ ഈ ഒരു ഫാറ്റ് ലിവർ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ഇനി എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഒരു 65 വയസ്സുണ്ടാവും, ഡയബറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടിയിട്ട് കിഡ്നിക്ക് പ്രശ്നമായി, ഇപ്പം ഡയാലിസിസ് ചെയ്യുന്നു. പുള്ളിയുടെ മോൻ ഒരു 45 വയസ്സുണ്ട്, ഇപ്പം ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ബ്ലഡ് പ്രഷറുണ്ട്. ആളുടെ കുട്ടി ഒരു 10 വയസ്സുണ്ട്, കുട്ടി നല്ല ഒബീസാണ്. എന്താവും ഇവിടെ ഒരു 3 ജനറേഷനും ഈ ഒരു പ്രശ്നം ഉണ്ടാവുക? ആ കുട്ടിയും ചിലപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്ക് ഡയബറ്റീസ് ഉണ്ടാവാം. എന്താണ്, എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? അത് അവരുടെ കിച്ചണിലാണ്, അല്ലെങ്കിൽ അവരുടെ ഫുഡ് പ്ലേറ്റിലാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഒരാൾക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഓട്സ് അല്ലെങ്കിൽ ചപ്പാത്തി, ബാക്കിയുള്ളവർക്കൊക്കെ നോർമൽ ഫുഡ്. ആരും ചിന്തിക്കുന്നില്ല ആൾക്ക് എന്തുകൊണ്ടാണ് ഡയബറ്റീസ് വന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് ചേഞ്ചാണ് അല്ലെങ്കിൽ എന്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് വരുത്തേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ കാത്തിരിക്കുകയാണ് ഡയബറ്റീസ് വരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് പ്ലേറ്റ്, നമ്മൾ കുട്ടികൾ എന്താണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഇനി ഒന്നെന്ന് വെച്ചാൽ നമ്മളൊരു കൾച്ചറൽ പ്രോബ്ലമാണ്. അതായത് ഒരു തടിച്ച ഒരു ചപ്പി ചിക്സുകൾ നല്ല തടിച്ചൊരു കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ആരോഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അഭിമാനത്തിൻ്റെയും ലക്ഷണമാണ്. ഒരു 60കൾ അല്ലെങ്കിൽ അതിന് മുന്നേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുത്ത ദാരിദ്ര്യമായിരുന്നു. ആ സമയത്ത് അല്പം തടിച്ചിരിക്കുന്ന കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു സമ്പത്തിൻ്റെയും ഒരു പ്രോസ്പെരിറ്റിയുടെയൊക്കെ സൈനായിരുന്നു. നമ്മളിന്നും ആ ഒരു പോവർട്ടി മൈൻഡിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ സുഭിക്ഷമായിട്ട് ഫുഡുണ്ട്, എങ്കിലും നമ്മളെ മനസ്സിലിപ്പോഴും ഈ തടിച്ച കുട്ടി എന്ന് വെച്ചാൽ നല്ലൊരു ആരോഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സമ്പത്തിൻ്റെയും സൈനാണ്. അത് മാറണം. ഈ ഒരു തടിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അൺഹെൽത്തിയാണ്. അവർ നാളെ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഒരു 5% കൂടുതലാണ്. ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് ഒരു 6 ടൈംസ് കൂടുതലാണ്. അതിന് ഉറക്ക പ്രശ്നം വരാം, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ PCOD ഉണ്ടാവാം. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കുക, ഒരു തടിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഡിസീസ് പ്രോൺ ആളാണ്. അതുകൊണ്ട് നമ്മളൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നോക്കുക. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് തുടങ്ങേണ്ടത് നമ്മളെ കിച്ചണിൽ നിന്നാണ്. ഒന്നാമത് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള ജങ്ക് ഫുഡിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചോക്ലേറ്റുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സ്, ബിസ്ക്കറ്റ്സ്, പ്രത്യേകിച്ചും ക്രീം ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. പുറത്ത് പോകുമ്പോൾ ഒന്നോ വാങ്ങിക്കൊടുക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും അത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാതിരിക്കുക. 2, പ്രോസസ്ഡ് ഫുഡ് മാക്സിമം വീട്ടിൽ ഒഴിവാക്കുക. 3, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കോൺഫ്ലേക്സ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സാണ്. പലപ്പോഴും ജങ്ക് ഫുഡാണ് ഈ ടിഫിൻ ബോക്സിൽ നമ്മൾ കൊടുത്തു വിടുക. 2025 UAE ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു. സ്കൂളുകളിൽ ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും നിരോധിച്ചു. അത് ചോക്ലേറ്റ് ആയാലും ഈ പാക്കറ്റ് ഫുഡ്സ് ആയാലും ഈവൻ ബബിൾക്കും വരെ നിരോധിച്ചു. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഡേറ്റ ഉണ്ട്, അതുകൊണ്ടാണ് അവരത് നിരോധിച്ചത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നിരോധനമൊന്നും ഒരിക്കലും വരില്ല. നമ്മൾ തന്നെ അത് നിയന്ത്രിക്കണം. സ്കൂളിൽ നമ്മൾ സ്നാക്സൊക്കെ കൊടുത്തുവിടുമ്പോഴത്തേക്ക് എപ്പോഴും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്തുവിടുക, ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് കൊടുത്തുവിടുന്നതിന് പകരം. സ്കൂളാകുമ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് കഴിക്കും. ഇങ്ങനത്തെ ഒരു ജങ്ക് ഫുഡ്സ് സ്കൂളിൽ കൊണ്ടുവരരുത്, എല്ലാവരും ഹെൽത്തി ഫുഡ് കൊണ്ടുവരണം എന്നൊരു നിയമം നമ്മളെ സ്കൂളിലെ PTA അല്ലെങ്കിൽ ടീച്ചേഴ്സോ
തീരുമാനിച്ചാൽ അത് വളരെയധികം ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം കുട്ടികളിൽ നിന്ന് പിടിച്ചു വാങ്ങുകയല്ല ചെയ്യേണ്ടത്. ഗ്രാജുവലി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഗ്രാജുവലി നമ്മളിതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ പുറത്ത് പോയിട്ട് വേറെ സോഴ്സ് ഉണ്ട് അവർ പോയി കഴിക്കും. അപ്പോൾ എപ്പോഴും നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ശരീരത്തിന് കേടാണ്, അൺഹെൽത്തിയാണ്. എൻ്റെ മോള് അവൾക്ക് 7 വയസ്സിനുള്ളത്. പക്ഷെ അവൾ പറയും ഷുഗർ അല്ലെങ്കിൽ KFC ഒക്കെ അൺഹെൽത്തി ഫുഡാണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെയാണ് ഹെൽത്തി ഫുഡ്. കാരണം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാണ് അതൊക്കെ. എന്ന് വെച്ചാൽ അവൾ ചോക്ലേറ്റ് ഒന്നും കഴിക്കാതിരിക്കില്ല. എങ്കിലും ഒരു കൺട്രോൾ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ നമ്മളത് അൺഹെൽത്തിയാണ്, നമ്മൾ കുറച്ചേ കഴിക്കാവൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവളത് കേൾക്കും. അങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കേൾക്കും. അല്ലാതെ ഒരു ദിവസം അവരൊന്ന് പിടിച്ചു വാങ്ങി ഒന്നും കഴിച്ചുകൂടാ, അതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ വഴക്ക് പറയല്ലേ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ കുട്ടികൾക്ക് ലിവർ ഹെൽത്തി ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? നമുക്കൊരു വിശാലമായ കോസ്റ്റൽ ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിഷ് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഫിഷ് പല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാം. അയല, മത്തി, അതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെ ലിവർ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. 2 എഗ്ഗ്. നമ്മൾ കുട്ടികൾക്ക് ധാരാളമായിട്ട് മുട്ട കൊടുക്കുക. അത് വളരെയധികം നല്ലൊരു പ്രോട്ടീനും അല്ലെങ്കിൽ ലിവറിൻ്റെ ഹെൽത്തിനായിട്ടുള്ള പല ഘടകങ്ങളും അതിനകത്ത് ഉണ്ട്. എക്സ്പെഷ്യലി മുട്ടയുടെ മഞ്ഞ. പലപ്പോഴും കുട്ടികൾ ഈ ഒരു മുട്ടയെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ മടി കാണിക്കും. അപ്പോൾ ഒരിക്കലും ഇത് നിർബന്ധിച്ച് അവർക്ക് കൊടുക്കരുത്. പകരം എന്തെങ്കിലുമൊക്കെ പറയും, മുടി വളരും, അല്ലെങ്കിൽ കളർ വരും, അല്ലെങ്കിൽ ആരോഗ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. പല ഫോമിൽ നമുക്ക് മുട്ട കൊടുക്കാം. കേക്കാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഓംലെറ്റ്, അങ്ങനെ മുട്ട വെച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ മുട്ട കുട്ടികൾ കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ കൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യിക്കണം. അവർ മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഉറപ്പുവരുത്തണം. സ്കൂളിൽ നമ്മൾ സംസാരിച്ചിട്ട് ഈ PT പീരീഡ് മാത്സോ ഫിസിക്സോ പഠിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ TV ഇട്ട് കൊടുക്കുന്ന കാര്യം നമ്മൾ സംസാരിക്കുക. അത് നിർബന്ധമായിട്ടും അത് പാടില്ല. കുട്ടികൾ ആഴ്ചയിൽ 1-2 ദിവസം PT പീരീഡ് നിർബന്ധമായിട്ടും പോകണം എന്ന് നമ്മൾ പറയുക. പിന്നെ സ്കൂളിൽ സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ അതിൽ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികളെയും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുക. അതൊരു അരമണിക്കൂറുള്ള നടത്തമാവാം, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയൊരു 10 മിനിറ്റുള്ള എക്സസൈസ് ആവാം. പക്ഷേ എപ്പോഴും നമ്മൾ കുട്ടികൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നു, എന്തെങ്കിലും ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് മെഡിക്കൽ മോണിറ്ററിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അമിതവണ്ണമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഈ കഴുത്തിൽ പാടുള്ള കുട്ടികൾ, ക്ഷീണമുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ എപ്പോഴും അവർക്ക് ഫാറ്റ് ലിവർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. എപ്പോഴും നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ചെക്കപ്പുകൾ ചെയ്യും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല ഹെൽത്ത് ഹാബിറ്റ്സും കൂടി കൊടുക്കുക. നമ്മൾ അവരുടെ മാർക്ക് ഷീറ്റ് നോക്കുന്നതോടൊപ്പം അവരുടെ പ്ലേറ്റിലും കൂടി നോക്കുക. അവരെന്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരും ഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ കിച്ചൺ ക്ലീനാക്കുക, കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും സയൻസ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് വേണ്ട ചെക്കപ്പുകൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. PTA ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്തി വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.